സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണാറുണ്ട്. കേരളം കടക്കണിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായിരിക്കും, അതുകൊണ്ടാണല്ലോ ഈ ബാങ്കുകളൊക്കെ തകരുന്നത്. നമ്മുടെ വരുമാനം കുറയുകയും ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. 90% സാധനങ്ങളും പുറത്തുനിന്നാണ് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഓൺലൈൻ ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും എല്ലാവർക്കും വില കുറച്ച് വേണം. പക്ഷെ അവരാരും വില കുറച്ച് കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ ഒരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയ ശമ്പളം വേണം. പക്ഷെ നമ്മളൊരു ജോലിക്ക് എടുക്കുമ്പോൾ നമ്മൾ കുറവ് ശമ്പളമേ കൊടുക്കുകയുള്ളൂ. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ജോലിക്ക് എടുക്കുമ്പോൾ നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങളെന്താ ചിന്തിക്കുക, എനിക്ക് പിന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മളാരും കാളവണ്ടിയിൽ സഞ്ചരിക്കാറില്ല. കാരണം ആ യുഗങ്ങളൊക്കെ മാറി. നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങളും മാറ്റി. അപ്പോൾ അതിനനുസരിച്ച് അപ്സ്കിൽ നമ്മൾ ചെയ്യണം. അതാണ് ഇതിനുള്ളൊരു പരിഹാരം. അപ്സ്കിൽ ചെയ്യാതെ, നമ്മളെ നവീകരിക്കാതെ, നമ്മൾ ലോകത്തിലെ ആളുകളോട് മത്സരിക്കാതെ ഇതിനൊരു പരിഹാരം ഇല്ല. അപ്പോൾ അമേരിക്കയിൽ ട്രംപൊക്കെ അവിടെ നികുതി ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് എനിക്ക് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ തന്നെ ആഗോളീകരണത്തിനൊരു എതിരാണ്. ആഗോളീകരണത്തിൽ ശരിക്കും പറഞ്ഞാൽ വിവരമുള്ളവനും അവൻ അധ്വാനിക്കുന്നവൻ സ്മാർട്ടായിട്ട് ഏറ്റവും കൂടുതൽ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നവൻ വിജയിക്കും. പിന്നെ ദാരിദ്ര്യമുള്ളവനും വിജയിക്കും. കാരണം അവനാണല്ലോ വില കുറവിൽ വിൽക്കാൻ പറ്റുക. തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ, കാരണം അവിടെ ദാരിദ്ര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ അവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനും അത് വിൽക്കാനും സാധിക്കും. അപ്പോൾ അത് കേരളത്തിലുള്ളവർ അത് മുതലാക്കും. ഉപഭോക്താക്കളായാൽ അത് മുതലാക്കും. അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെയുള്ള കടമുതലാളിമാർക്കൊക്കെ കച്ചവടം കുറയും. ഇപ്പോൾ കച്ചവടം നടത്താനാണെങ്കിൽ തന്നെ ഓൺലൈനിൽ കൊടുക്കുന്ന വിലക്ക് ടൗണിൽ ഒരു കടയും വെച്ച് ആൾക്കാർക്ക് ശമ്പളവും കൊടുത്ത് ആ വിലക്ക് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പിരിവ്, ആ പിരിവ്, ഈ പിരിവ്, ടാക്സ്, അത് ഇത്, പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി, ഇതൊക്കെ കൊടുത്തിട്ട് അതിന് മേലെ ഈ കുറഞ്ഞ വിലക്ക് ഉപഭോക്താവിന് അത് പലപ്പോഴും കയറി വരുന്ന ഒരു ഉപഭോക്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ ഒരു വിഷയമായിട്ട് മാറും. മാത്രമല്ല, ഇന്ത്യക്ക് നിരക്കുന്നൊരു ലൈഫ് സ്റ്റൈലല്ല മലയാളിയുടേത്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ ശമ്പളത്തിനൊന്നും മലയാളിക്ക് ജോലി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ജോലിക്ക് വെക്കാനും ഇവിടെയുള്ള സംരംഭകർക്ക് പറ്റില്ല. അപ്പോൾ അവർ യു പിക്കാരെയും ബീഹാറുകളെയും ഒക്കെ ജോലിക്ക് വെക്കും. അവർ നന്നായിട്ട് ജോലിയും ചെയ്യും. അപ്പം മലയാളിക്ക് ജോലി എടുക്കണമെങ്കിൽ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോകേണ്ടി വരും. അവിടെ പോയിട്ട് എന്ത് ജോലിയും എടുക്കും, പക്ഷെ നാട്ടിലെടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് മലയാളി ഉള്ളത്. അപ്പോൾ നമ്മൾ മനോഭാവം മാറ്റുക, നമ്മൾ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള പരിഹാരം. അല്ലാതെ മറ്റൊരു പരിഹാരം നമുക്കില്ല. പിന്നെ സർക്കാർ ജോലിയിലും നമ്മൾ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എല്ലാവരും സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശം എന്ന് പറഞ്ഞിട്ട് മലയാളി നിൽക്കുകയാണ്. അപ്പോൾ ഗൾഫിലൊക്കെ ആ പഴയ ആ സംഗതികളൊന്നും ഇനി നടക്കില്ല. കാരണം ആൾക്കാരൊക്കെ ആൾട്ടർനേറ്റീവ് എനർജിയിലേക്കൊക്കെ നീങ്ങുകയാണ്. അപ്പോൾ ഗൾഫുകാരും ചിന്തിക്കുന്നുണ്ട്, അറബികൾ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ വരുമാനമൊക്കെ കുറയും. ഇനിയിപ്പോൾ ട്രംപൊക്കെ കയറിയിട്ട് ആ പഴയ പ്രതാപം ഡോളറിന് കൊടുക്കില്ല. അതിൻ്റെ ആൾട്ടർനേറ്റീവ് കറൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡോളറിന് ആ പഴയ പ്രതാപമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറയും. ഈ ഗൾഫുകാരുടെ ആ പെട്രോളിൽ സമ്പാദിച്ച സമ്പാദ്യമൊക്കെ ആവിയായി പോകാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കും വരുമാനം അകത്തോട്ട് വരുന്നത് വരുമാനം കുറയുമ്പോൾ ചിലവും അവർ കുറക്കാൻ നോക്കും, പുറത്തോട്ട് പോകുന്നതും കുറക്കാൻ നോക്കും. അതിന് പ്രത്യേകിച്ചിട്ടും ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ തൊഴിലാളികളെ അവർ കുറക്കാൻ നോക്കും. അതിനനുസരിച്ചിട്ട് അവർ നയങ്ങളിലൊക്കെ മാറ്റം വരുത്തും. അപ്പോൾ അതിനനുസരിച്ച് അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് ലാഭകരമല്ലാതായി മാറും. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജോലി 600, 700, 800 ദിർഹംസിനൊക്കെ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ദാരിദ്ര്യം പിടിച്ചൊരു പണിയാണ്. അവിടെയും ആ പൊരുവയിലത്തൊക്കെ ജോലി ചെയ്യുക, പിന്നെ അവിടെ ഇങ്ങനെ ഒന്നിച്ച് മൃഗങ്ങളെ പോലെ താമസിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കുറേ കൂടി ഒന്ന് മാറ്റി നാട്ടിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാവുന്നൊരു സമ്പദ് വ്യവസ്ഥയും ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിഹാരമാകും. അപ്പോൾ നമ്മൾ പങ്കാളികൾ രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിൽ മക്കളെ വളർത്താൻ അവിടെ ഒരു ഡേ കെയർ സെൻ്ററിന് ഒരു സാധ്യത വരും. അതൊരു ബിസിനസ്സാണ്. പിന്നെ അവിടെ ഒരു റൊട്ടിക്കട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ കാണാറ് എല്ലാവരും റൊട്ടി വാങ്ങുക, ബ്രെഡ് കട. അപ്പോൾ ആ കടക്കാർക്കൊരു സാധ്യതയാണ്. പിന്നെ എല്ലാത്തിനും ടൗണിലോട്ട് പോകേണ്ട കാര്യമില്ല, നമ്മൾ അടുത്ത് തന്നെ വാങ്ങുക. കാരണം അത് ലാഭമാണ്. കാരണം നമ്മൾ ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിൽ ചിലപ്പോൾ 10 രൂപ കിട്ടുന്ന സാധനം നമ്മളുടെ നാട്ടിൽ അടുത്തുള്ള അവൻ വിൽക്കുന്ന 11 രൂപക്കോ 12 രൂപക്കോ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ 10 രൂപയുടെ സാധനം 30 രൂപക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പെട്രോൾ അടിച്ചിട്ടൊക്കെ പോയി അത് വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമുക്കിതിനേക്കാളും കൂടുതൽ ചിലവാണ്. അത് നമ്മൾ ചിന്തിക്കാറില്ല, സമയനഷ്ടമാണ്. മാത്രമല്ല, നാട്ടിൽ തന്നെ കുറച്ച് വിനോദങ്ങൾ, ആ തരത്തിൽ അങ്ങനെ ഒരു കച്ചവടം സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക്
ഈ മൊബൈൽ ഫോണ്, പെട്രോൾ നമ്മൾക്ക് ഏകദേശം ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ പല വിദേശ സേവനങ്ങളും നമ്മൾക്ക് ആവശ്യമുണ്ടാകും. സോഫ്റ്റ്വെയർസ്, ഇൻ്റർനെറ്റ്, അതിലൊക്കെ ഒരുപാട് വിദേശ സേവനങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വിദേശത്ത് എന്തൊക്കെ സേവനങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ അവരുമായിട്ട്, കാരണം നമുക്ക് ആ സേവനം ആവശ്യമുണ്ടെങ്കിൽ, വിദേശ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ അത് തിരിച്ചു കൊടുക്കാം? അധ്വാനം മാത്രമല്ലാതെ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യൽ അല്ലാതെ നാട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ സർക്കാർ ജോലിയൊന്നും ഇപ്പോൾ വലിയൊരു സംഗതിയായിട്ട് മാറുന്നില്ല. കാരണം എല്ലാം ഓൺലൈനായി. ഓഫീസ് വർക്കുന്നതിനൊന്നും ഇപ്പോൾ വലിയ സാധ്യതകളൊന്നുമില്ല. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഞാനത് 6-7 വർഷം മുന്നേ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഞാനൊരു ഭീകരവാദിയായി, മണ്ടനായി. കാരണം നമുക്ക് ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെൻഡുകളൊക്കെ അറിയാം. അപ്പോൾ ഓഫീസ് ജോലികളൊക്കെ സോഫ്റ്റ്വെയറുകളും AI ഒക്കെ എടുക്കും. ഇപ്പോൾ ഈ ടീച്ചിങ് ജോലിയായാലും AI സോഫ്റ്റ്വെയർ, ഇപ്പോൾ ടീച്ചിങ്ങിന് അത്ര വലിയ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ എല്ലാം ഇപ്പോൾ നമ്മൾ ഈ പാനിപ്പത്ത് യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഇങ്ങനെ അവർക്ക് കുട്ടികൾക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതൊക്കെ വിഷ്വലായിട്ട് അവർക്ക് പഞ്ചേന്ദ്രങ്ങൾ കൂടുതൽ കാണിച്ചു കൊടുത്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ, ഇപ്പോൾ ടീച്ചിങ് ജോലിക്കൊക്കെ സപ്ലൈ ആൾക്കാർ കൂടുതലാണ്, പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഓഫീസ് ജോലികൾക്കും ആൾക്കാർ കൂടുതലാണ്. പിന്നെ ഈ ഹാർഡ് വർക്ക്, ബ്ലൂ കോളർ വർക്കിനാണ് ആൾക്കാർ ഇപ്പോൾ കുറവ്. അപ്പോൾ അതിന് ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കൂടും. ഇപ്പോൾ UP-കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരും ഈ പരിപാടി സ്വാഭാവികമായിട്ടും ഹാർഡ് വർക്കൊക്കെ കുറക്കും. അതാണല്ലോ നമ്മൾ ഇപ്പോൾ മറ്റുള്ളവരുടെ ദാരിദ്ര്യം മുതലെടുത്ത് ജീവിക്കുകയാണ്. അവർക്കും ആ ഒരു സാഹചര്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഈ ഹാർഡ് വർക്കിനൊക്കെ കുറച്ചും കൂടി ഡിമാൻഡ് കൂടുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വളരെ അടുത്ത് തന്നെ വരും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ നമ്മുടെ സമ്പത്തൊക്കെ ചോർത്തിയിട്ട് അവരെടുക്കും. ഇപ്പോൾ യൂറോപ്പിലെ സമ്പത്തൊക്കെ ചൈന ചോർത്തിയെടുത്തു, യൂറോപ്പിലെ അമേരിക്കയിലൊക്കെ. അത് സ്വാഭാവികമാണ്. കാരണം അങ്ങനെ തന്നെയാണ് ഒഴുകുന്നത്. താഴോട്ടാണ് വെള്ളം ഒഴുകേണ്ടത്. അങ്ങനെ ഒഴുകുകയും ചെയ്യും. അതിന് നമുക്ക് തടയണ കെട്ടിയിട്ട് നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ സർക്കാർ ജോലിക്കാരൊക്കെ ഒന്ന് മയപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും. മറ്റുള്ളവർ പട്ടിണി കിടന്ന് അവർ ചാവും. പിന്നീട് നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങളും ചാവും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. എല്ലാവരും അപ്സ്കിൽ ചെയ്യുക. യൂണിയൻ കളിയും പ്രഷറിങ്ങും ഒക്കെ നിർത്തി സാഹചര്യത്തിന് അനുസരിച്ച് നീന്താൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.